ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കാപ്പി കുടിച്ച പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാത്രമൊക്കെ രാവിലത്തെ ഒരു ബഹളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകിയിട്ട് ഒക്കെ അല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട. ഇന്ന് രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ, ഇച്ചിരി തിരക്കായിപ്പോയി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പം രാവിലെ കാപ്പി ഉണ്ടാക്കിയ പാത്രവും എല്ലാം ഒന്ന് കഴുകി എടുത്ത് വെച്ച് അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞു. അരി കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് വേകാനായിട്ട്. പിന്നെ പയർ മെഴുക്ക് പുരട്ടിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇച്ചിരി നത്തോലി ഇട്ടിട്ടുണ്ട്, അത് ചൂട. അത് പീര വെക്കാനായിട്ട് ഞാൻ കുറച്ച് പീര വെക്കുന്നുണ്ട്. ഇവിടെ പീര വലിയ ഇഷ്ടമൊന്നുമില്ല. ഇവിടെ ഞാനും ചേട്ടൻ മാത്രമേ പീര കൊടുക്കുള്ളൂ. പിള്ളേർക്ക് വറക്കുന്ന ഇഷ്ടം. അപ്പം അവർക്ക് കുറച്ച് വറക്കാനും കുറച്ച് ഒരു ശകലം പീര വെക്കാനായിട്ട്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണേ. പിന്നെ എന്നായിരുന്നു, ഒത്തിരി പേര് വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്നെ വീണ്ടും സപ്പോർട്ട് ചെയ്ത് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാര്യം ഒരുപാട് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ എനിക്ക് പെട്ടെന്ന് ഒരു ഇതുപോലെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്നാണ്, അപ്പം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് പറയാനായിട്ട് ഒരു അടിപൊളി മീൻപീരയുണ്ട്. അടിപൊളി മീൻപീര എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇത് ഇഷ്ടമാണ്, പിള്ളേർക്കൊക്കെ കഴിക്കാനും ഇഷ്ടപ്പെടും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ഇവർക്ക് തേങ്ങ ചേർത്ത കറികളൊന്നും വലിയ താല്പര്യം ഇവിടുത്തെ പിള്ളേർക്ക്. എന്നാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ഈ മീൻപീര ഒരുപാട് ഇഷ്ടമാകും. ഇതിനകത്ത് അങ്ങനെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ നല്ല അടിപൊളി മീൻപീരയാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ പാത്രമൊക്കെ കഴുകി ഇത്രയും കൂടെ ഒക്കെ ഉള്ളൂ, കഴുകി തീരാതായിക്കൊണ്ടിരിക്കുന്നു. അതും കൂടെ എല്ലാം ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ മീൻ വെട്ടാനായിട്ട് വെച്ചേക്കുന്നു. പിന്നെ നത്തോലി ആയിട്ട് പെട്ടെന്ന് നമുക്ക് വെട്ടിയെടുക്കാം. എല്ലാവരും പറയും നത്തോലി വെട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് നത്തോലി വെട്ടാൻ എളുപ്പമാട്ടോ. തലേമാലും തുള്ളി കളഞ്ഞാൽ പോരെ, പെട്ടെന്ന് നമുക്ക് പിന്നെ നല്ലൊരു ഉപ്പുവെല്ലാം അതിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. നത്തോലി നല്ല പെട്ടെന്ന് വെട്ടി കഴിയും. പിന്നെ ഒത്തിരിയൊക്കെ ഉണ്ടെങ്കിൽ പാടാം കേട്ടോ. നമുക്ക് ഒരു കിലോയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാം. അല്ലാതെ ഇവിടെ അച്ചാറിടാൻ വേണ്ടി ചിലപ്പോൾ കൊണ്ടുവരും. അന്നേരം വെട്ടി ഞാനും മടുത്തിട്ടുണ്ട്. ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് അടുക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കഴുകിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പരിപാടിയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അടുക്കളയിലെ പാത്രം കഴിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ. പിന്നെ ഞാനിവിടെ ലോഷൻ ഇട്ട് അവിടെ എല്ലാം തുടച്ചു. ഇനി ഇവിടെ കൂടി ഉള്ളു തുടയ്ക്കാനായിട്ട്. ഇതും കൂടെ ഒന്ന് തുടച്ച് ഇടാനുണ്ടല്ലോ. നമുക്ക് ഈച്ചയുടെ ശല്യമോ ഒന്നും ഉണ്ടാക്കില്ല. ഞങ്ങളിവിടെ മേടിക്കുന്ന ഈ പുൽത്തൈലത്തിൻ്റെ മണമുള്ള സൈസ് ലോഷനാണ്. അതുകൊണ്ടുണ്ടല്ലോ അങ്ങനെ വലിയ അഴുക്കൊന്നും ഈച്ചയൊന്നും അതിന് പെരയ്ക്ക് പൂവീച്ചയുടെ ശല്യമോ അങ്ങനെ ഈച്ചയുടെ ശല്യമൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. സോപ്പിട്ടൊന്ന് ഇതൊന്ന് കഴുകി വിട്ടേച്ച് പിന്നെ ഇച്ചിരി ലോഷനോട് ഇട്ട് തുടയ്ക്കും. എന്നൊരു ഉറുമ്പിന്റെ ശല്യമോ അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. മീൻപീരയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. ഈ മീൻപീരയ്ക്ക് കുറച്ച് ചുവന്നുള്ളി, പിന്നെ ഒരു ശകലം മല്ലിപ്പൊടി. നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാൻ കേട്ടോ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ. പക്ഷെ എനിക്ക് പുതിയതായിട്ടുള്ളവർക്ക് അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ.
പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ഉള്ളതാണ്. എന്നിട്ട് ഇതിലേക്കൊരു ആവശ്യമുള്ള മുളക് പൊടി. ഇത്രയേ ഉള്ളൂ ഈ മീൻ കറിക്ക് നമുക്ക് വേണ്ട സാധനങ്ങൾ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരട്ടെ. അവരിപ്പോൾ എല്ലാം ചതച്ചെടുത്തുകൊണ്ട് വന്നേ. എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു. ഇത്തിരി വെള്ളം വേണ്ട കേട്ടോ, മീനൊന്ന് വേകാനുള്ള വെള്ളം മതി. പിന്നെ ഉപ്പ് പിന്നെ ചേർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ ഏത് കറി വെച്ചാലും ഉപ്പ് ചേർക്കണമല്ലോ. ഉപ്പ്, പിന്നെ 2 കുടംപുളി, പിന്നെ മീനും കുഞ്ഞ് നെത്തോലി. തീരെ ചെറുതല്ലായിരുന്നു കേട്ടോ, ഇച്ചിരി ചെറുതും വലുതും ആയിട്ടുള്ളൊരിതായിരുന്നു. അത് നല്ലപോലെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പച്ചമുളക് കൈ കഴുകാൻ പോയത് അതിൻ്റെ ഇടയ്ക്ക് പച്ചമുളക് കീറി ഇടണേ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഉണ്ടമുളക് ഇടുന്നത്. അതിനൊരു, ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതിനുള്ള ഒരു മണമാണ്. അതുകൊണ്ട് പച്ചമുളക് കീറി ഞാൻ അതിനകത്തേക്ക് ഇടുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ പീരയുടെ സംഭവങ്ങൾ. ഇനി ഇത് അടുപ്പിലിട്ട് വെക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. നമ്മൾ ആ മേളിലിട്ട മുളകും ഒക്കെ അതൊക്കെ ഒന്ന് അടിയിലോട്ട് വരണം. പിന്നെ ഉച്ചക്കത്തേക്ക് പയർ മെഴുക്കുവരട്ടിയാണ്. പയർ മെഴുക്കുവരട്ടി ഞാൻ പയർ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് വാടിയതിന് ശേഷം പച്ചമുളകും കൂടെ ചേർത്ത് ഇനി സവോള ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഈ അരിഞ്ഞെല്ലാം എടുത്ത് വെച്ച് ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യുന്ന കേട്ടോ. അവിടെ പോയി ടി വിയും കണ്ടുകൊണ്ടിരുന്ന മൊത്തം അരിഞ്ഞൊക്കെ എടുത്തേച്ച് അടുക്കളയിട്ട് കയറി കഴിയുമ്പോൾ അന്നേരം നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണി തീരും. എല്ലാം പെട്ടെന്ന് റെഡിയാകും. ഇപ്പം പയർ അരിഞ്ഞ് വെച്ചാണ് മീനെല്ലാം വെട്ടിക്കൊണ്ട് വന്നത്. അപ്പോൾ എല്ലാം കൂടെ പെട്ടെന്ന് എല്ലാം റെഡിയായി. ഇനി മീൻ വറക്കാനും ഇട്ടിട്ടുണ്ട്. നത്തോലി വറക്കാനിട്ടേക്കാണ്. അപ്പം നമ്മുടെ മീൻ പീര ശരിയായെന്ന് തോന്നുന്നു, നോക്കട്ടെ. മീൻ പീര റെഡിയായി കേട്ടോ. ഇനി ഇതിനകത്തൊരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ മതി. നല്ലപോലെ വെള്ളമൊക്കെ പറ്റി പച്ച വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചേച്ചിട്ട് ഇളക്കല്ലേ. പിന്നെ നമ്മൾ ഇച്ചിരി നേരം മൂടി വെച്ചേക്കണം. എന്നിട്ട് പിന്നെ ചോറ് കൊണ്ടാൻ നേരം തവിയിട്ട് ഇളക്കാവുള്ളൂ. ഇത് വാങ്ങി നോക്കട്ടെ. ഇനി കുക്കറിനകത്ത് ചോറ് വെച്ചിട്ടുണ്ട്. ചോറ് ഇങ്ങോട്ട് വെക്കാം. നമ്മൾ ഈ കുക്കറിനകത്ത് ചോറ് വെച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, എല്ലാവരും പറയട്ടെ വെള്ളം വിട്ടിരിക്കാറുണ്ടെന്നുണ്ട്. അത് നമ്മൾ തിളപ്പിച്ച് കുക്കറിനകത്ത് എടുത്ത് വെച്ച് പിന്നെ നമ്മളത് ഊറ്റാൻ നേരം ആകുമ്പോഴത്തേക്കുണ്ടല്ലോ വീണ്ടും ഒന്നും കൂടെ അത് തിളപ്പിച്ച് ചൂറ്റാനുണ്ടല്ലോ. നമ്മൾ അടുപ്പിൽ വെച്ച് അടുപ്പിൽ തീ കത്തിച്ച് ചോറ് വെക്കുന്നത് തന്നെ ഇരിക്കും കേട്ടോ. തീയിലിരിപ്പുണ്ട്. ഇനി അതൊന്ന് ചൂടാക്കി എടുക്കണം. തീയിലും കൂടെ ചൂടാക്കി എടുത്താൽ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ചോറും കറിയെല്ലാം വെന്ത് ഞങ്ങൾ ഇനി ഉണ്ണാനൊക്കെ തുടങ്ങുവാണ്. ഉണ്ണാൻ തുടങ്ങാറായിട്ടില്ല കേട്ടോ, ഇച്ചിരി കഴിഞ്ഞ് ഉണ്ണത്തുള്ളൂ. അപ്പം പിള്ളേരൊക്കെ വന്നിട്ട് ഇനി ബാക്കി വീഡിയോസൊക്കെ എടുക്കാം. വെളിയിൽ നല്ല മഴക്കാറാണ്. മഴ ഇപ്പോൾ പെയ്യുന്ന പോലെയാണ് നിൽക്കുന്നത്. കണ്ണാടങ്ങി എനിക്ക് കൊച്ചിനിട്ട് ഒത്തിരി ഇതായിട്ട് എടുക്കല്ല. അന്നേരം വീഡിയോ എടുക്കുമ്പോൾ അത് ചുമ്മാ ഇതേ വരും. നന്ദേട്ടോ, എനിക്ക് വയ്യ. വേണ്ട, അത് ഒത്തിരി ഇതായിട്ട് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് വീഡിയോയ്ക്ക് പ്രശ്നം വരും. നന്ദേട്ടൻ വന്നു. ഉച്ചു വിളക്ക് എത്തിക്കാണ്ടിട്ട് വെള്ളമൊക്കെ എടുത്തോ. വെള്ളമൊക്കെ കിങ്ങോ
ദീപാച്ചിയൊക്കെ വീട്ടിലോട്ട് പോകാൻ നേരം നന്ദനും ഉണ്ടായിരുന്നു കൂടെ. അപ്പം ഞാൻ റോഡിൽ നിൽക്കുമായിരുന്നു. റോഡിൽ വെച്ച് ഇവിടെ ഭാഗത്തൊക്കെ നിൽക്കുമായിരുന്നു. അതിൽ എന്നെ കണ്ടിട്ട് നന്ദൻ ഇവിടെ അങ്ങ് ഇറങ്ങി കേട്ടോ. ഇനി ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ബാസറും റോഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നന്ദനെ വീട്ടിലോട്ട് വിടും. നന്ദൻ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, നല്ലൊരു ഓളമാണ്, കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.